അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മുടെ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക എന്നാണ് നമ്മൾ സ്റ്റാർട്ട്. ഇനി നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. ചാർട്ട് അനാലിസിസ് ഞാൻ ഇന്നലെ ആക്ച്വലി ഞാൻ ഇന്നലെ ഐ തിങ്ക് കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയായിരിക്കും. ഞാൻ ഇന്നലെ എന്താണ് ഒരു ലെവൽ മോസ്റ്റ്ലി ഞാൻ 2-3 പ്രാവശ്യം ഇന്നലെ ഞാൻ ഐ തിങ്ക് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ ഇതിൻ്റെ ടാർഗറ്റ് എന്തായാലും 23,170 to 180 ആണ്. അത് കഴിഞ്ഞ് സഡൻ റെസിസ്റ്റൻസ് 23,240 ഉണ്ട്. അത് വീഡിയോ ഒന്നുകൂടി കാണും മസ്റ്റായിട്ട്. കാരണം വെച്ചാൽ എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു വെച്ചാൽ അവിടെ അവർ ആ ജോലി കൊണ്ടുപോയി ട്രാപ്പ് ചെയ്യുമെന്നുള്ളൊരു ചാൻസസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ 2-3 പ്രാവശ്യത്തെ ഒരു കമൻറ്റ് ചെയ്തു. കാരണം വെച്ചാൽ അവർ കാണിക്കും, ടാർഗറ്റ് കാണിക്കും. ടാർഗറ്റ് നമ്മുടെ ഈ ഒരു ആക്ച്വലി ഇത് കറക്ഷൻ വേവ് ആണ്. അതിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ വേവ്സിൽ മാത്രമേ ഉള്ളൂ, കറക്റ്റ് വേവിലേക്ക് വന്നിട്ടില്ല. അതൊരു ഡിഫിക്കൽട്ട് പാർട്സ് ആണ്. സോ എനിവേ അതെല്ലാം നമുക്ക് വിടാം. സോ 1, 2, 3 അതിൻ്റെ ടാർഗറ്റ് ഇതായിരുന്നു 23,170. ആൻഡ് ഞാൻ അത് എടുത്തു പറഞ്ഞു. സഡൻ ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് 23,240. അത് ശ്രദ്ധിക്കാം. സോ എക്സാക്റ്റ് അവിടെ ഇന്ന് ഇത് കണ്ടോ. ഈ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ കാണുവാണെങ്കിൽ എന്ത് പാറ്റേൺ ആണ് പ്ലീസ് കമൻറ്റ് ചെയ്യുക. റെഗുലർ വ്യൂവേഴ്സ് പ്ലീസ് അത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടാണ് ഇതൊക്കെ. നിങ്ങൾ കാൻഡിൽ സ്റ്റാക്ക് പാറ്റേൺ ഇത് കണ്ടാൽ അറിയാലോ എന്ത് പാറ്റേൺ ആണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രീൻ ആൻഡ് ദെൻ ഡോജി ആൻഡ് ദെൻ വീണ്ടും റെഡ് ഒരു കാൻഡിലാണ്. സോ ഈ ഒരു കാറ്റലിസ്റ്റിക് പാറ്റേണിൻ്റെ പേര് എന്താണ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മസ്റ്റായി. സോ അതാണ് ആ ഒരു റിജക്ഷൻ കാൻഡിൽ. അതിന് എത്രയ്ക്ക് വലിയൊരു ഹ്യൂജ് ഫോൾ നമുക്ക് കിട്ടി. ഓക്കെ, ഈ നിങ്ങൾ വേവ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. വേവ്സ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഒന്നോ രണ്ടോ പേര് നന്നായിട്ട് അത് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടുന്ന് ഇതൊരു ഫൈൻഡ് ചെയ്തായിരുന്നു. എങ്ങനെ ഫൈൻഡ് ചെയ്തു എന്നറിയാമോ? ഈ ഒരു ഫോൾ ഫൈൻഡ് ചെയ്ത് എങ്ങനെയാണുള്ളത്. നമ്മുടെ ഈ ഒരു വേവ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ കൗണ്ട് ചെയ്യാം. 1, 2, 3. ഓക്കെ, 1, 2, 3, 4 ഫോൾ. ഇനി ഫിഫ്ത്ത് ആണ് ഇന്ന് മുകളിൽ കംപ്ലീറ്റ് ആയത്. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ, സ്മോൾ ടൈം ഫ്രെയിമിൽ 5 മൂവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? ഈ പാറ്റേൺ എൻഡിങ് ഡയഗണൽ പാറ്റേൺ കണ്ടോ? അത് വന്നു. അതിൻ്റെ റീടെസ്റ്റ് കൂടിയായി. കണ്ടോ? എക്സാക്ട്ലി ആണ് ഇതൊക്കെ എല്ലാം വന്നു, റീടെസ്റ്റായി ആൻഡ് ദെൻ ബൂം ഫോൾ. കണ്ടോ? ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. മനസ്സിലായോ? ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ദാറ്റ് മീൻസ് 1, 2, 3 ഈ ഫുൾ 3, 4 ഇന്നലെ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതല്ലേ. ദാറ്റ് മീൻസ് 5 മുകളിലേക്ക് പോയി അവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ വരേണ്ടതാണ്. ആൻഡ് ദെൻ സ്മോൾ ടൈം ഫ്രെയിം സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. ബട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇനി നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആയത് ഇപ്പോൾ ഏതാണ്? 1, 2 and 3. ഇത് 4ലേക്കേ ഉള്ളൂ ഇപ്പോൾ. അത് ബിഗ് ടൈം ഫ്രെയിമിൽ. കൺഫ്യൂസ് ആവരുത്. ഓക്കെ, കൺഫ്യൂസ് ആവരുത് കേട്ടോ. സോ നമ്മുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഇത് ഉള്ളത്. ഇനി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ശരിക്കും ഈ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കേണ്ടതാണ്. റീസൺ എന്താ? ഞാൻ നമുക്ക് കാണിച്ചു തരാം എന്താണ് നമ്മുടെ നെക്സ്റ്റ്. ഇത് ഇങ്ങനത്തെ ഒരു സ്പാൻഡിങ് ടാങ്കിളാണ് ഉള്ളത്. 4th വേവിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 4th വേവ് ശരിക്കും വരേണ്ടത് എത്രയാണ്? ഓൾമോസ്റ്റ് സെക്കൻഡ് അത്ര ഫോൾ വരേണ്ടതാണ്. സെക്കൻഡ് ഇത് എത്ര ഫോളായി? സെക്കൻഡ് വേവ് എത്ര ഫോളായി? 4th ഏകദേശം അത്രയ്ക്ക് വരേണ്ടതാണ്. അത് വന്നു. ഓക്കെ, ആൻഡ് ദെൻ 4th ശരിക്കും 4th ഒരു റൂളാണ് ഉള്ളത്. 4th നമ്മുടെ ബോട്ടം ടു ടോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% വരേണ്ടതാണ്. അത് എവിടെ വന്ന് കിടക്കുന്നു? ഇന്ന് എക്സാക്ട് 50% ആണ് വരുന്നത്. ഓക്കെ, കണ്ടോ? 50% തന്നെ ലോ ഹോൾഡ് ചെയ്യണത് അവിടെ കണ്ടോ? സോ അത് പ്രോപ്പർലി അത് ഇപ്പോൾ ജനുവരി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എക്സാക്ട് കറക്റ്റാണ് അവിടെ വന്ന് നിൽക്കുന്നു. ഓക്കെ, അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പ്രൈസ്. സോ ഇനി ഫർദർ ഫോൾ നാളെ ഈ ഒരു ലോ 23,000 കൂട്ടിക്ക് ഫുള്ള് ഇതിൻ്റെ ബിലോ ആണ് ഫർദർ ഫോൾ ഉള്ളത്. ഓക്കെ, അത് എവിടെ വരെ വരിക? 22,900 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ചെറിയൊരു പോസ് എടുക്കുവാണെങ്കിൽ 22,950 ഒക്കെ ഒരു ചെറിയ പോസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ശരിക്കും പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകേണ്ടതാണ്. ഇത് എക്സാക്ട്ലി കറക്റ്റ് 4th വേവിൻ്റെ ഫോൾ പെർഫെക്റ്റ് ആണെങ്കിൽ ഈ ലോ ബ്രീച്ച് ചെയ്യാതെ സ്ലോലി മുകളിലേക്ക് പോകേണ്ടതാണ്. ഈ വേവ് 5th വേവ് ആകുമ്പോഴത്തേക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണെങ്കിൽ ഈ സ്പീഡ് സഡൻ മുകളിലേക്ക് പോകത്തില്ല, സ്ലോലി പോകത്തുള്ളൂ. ഓക്കെ, സോ ഇതായി നമ്മുടെ സ്ട്രക്ചർ. ഇത് ഞാൻ 2 സൈഡാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. മീൻസ് ഇത് ബ്രേക്ക് ആയാൽ താഴേക്ക് ഇത് ബ്രേക്ക് ആവണം കേട്ടോ. 23,000 ആ നമ്പർ ബ്രേക്ക് ആവണം. അതിന് ബിലോ സസ്റ്റെയിൻ ആവണം. ബ്രേക്ക് ആയാൽ താഴേക്ക് ഇവിടെ വരെ നമുക്ക് നോക്കാം. അതിൻ്റെ ബിലോ പിന്നെ പോയാൽ പിന്നെ മൊത്തം ബിയറിഷിലേക്ക് പോകും സ്ട്രക്ചർ. ഓക്കെ, പിന്നെ
ചെറിയൊരു റെസിസ്റ്റൻസ് 23,100 ആണ് ഫസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ്. ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആകാൻ തുടങ്ങി 23,100. ദാറ്റ് മീൻസ് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു കൺസോളിഡേഷൻ അതൊക്കെ തുടങ്ങുന്നത്. സോ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആകാൻ തുടങ്ങിയാൽ ഇതിന് സ്ലോ നമുക്ക് അപ്പ് മൂവ് നമുക്ക് കിട്ടാൻ തുടങ്ങും. 115 ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. സോ സ്ലോലി പോകുള്ളൂ ഇവിടുന്ന് അങ്ങാട് മുകളിലേക്ക്. ഓക്കെ, എന്നിവ എന്തായാലും 23,100 സസ്റ്റെയിൻ ആയാൽ ദെൻ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ഇൻ കേസ് ഇത് ബ്രേക്ക് ആയില്ലെങ്കിൽ 23,000 ഈ ഒരു സപ്പോർട്ട് ഫോർത്തിൻ്റെ ഈ ഒരു ലോ ബ്രേക്ക് ആയില്ലെങ്കിൽ, സോ നമ്മൾ എങ്ങനെയാണ് ടാർഗറ്റ് ഫിഫ്ത്ത് വേവിനോ ടാർഗറ്റ് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഫിബൊനാച്ചി എടുക്കാം, ഇന്നത്തെ ഒരു ഹൈ, ദാറ്റ് മീൻസ് തേർഡ് വേവിൻ്റെ ഹൈ ആൻഡ് ഫോർത്തിൻ്റെ ലോ. ഓക്കെ, സോ 127% നമ്മൾ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് മേടിച്ച് ഇറങ്ങുക. ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ 127% ഇത് ഇവിടെ വരുന്നത്. ഓക്കെ, സോ 23,300 നിയർ ആണ് ആ ഒരു റെസിസ്റ്റൻസ്. 20,300 ആൻഡ് 240 എക്സാക്ട് നമുക്ക് 300 മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം അത് ഒരു റൗണ്ട് നമ്പർ കൂടിയാണ്, എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇങ്ങനെയാണ് ഫിഫ്ത്ത് വേവിൻ്റെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചേക്കാം, ഈ ഒരു ലോ 23,000 ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പ്രൈസ് സ്ലോലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ആൻഡ് ദെൻ നമ്മുടെ ഈ ഒരു എക്സ്പാൻഡ് ട്രയാങ്കിളിൻ്റെ ആ റെസിസ്റ്റൻസ് കൂടി നമുക്ക് മുകളിൽ ചെന്നാൽ അവിടെ റെസിസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യും. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഹ്യൂജ് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ ചെന്ന കോഷ്യസ് ആവണം. കാരണം 5 മൂവ് കംപ്ലീറ്റ് ആവണമാണ്. അവിടെ എൻഡിങ് ടൈമിൽ പാറ്റേൺ നോക്കണം. പിന്നെ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കണം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മതി. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ സ്മോൾ ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. സോ 5 മിനിറ്റ്സ് ടൈമിൽ ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആവുന്നതുകൊണ്ട് അത് നോക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് ആക്ച്വലി ഇത്. സോ ഗ്യാപ്പപ്പായി പ്രൈസ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എൻഡിങ് ഡയൽ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം നോക്കിയാൽ മതി. അതാണ് കുറച്ചുകൂടി ബെറ്റർ. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ കൺഫ്യൂസ് ആവും. നിങ്ങൾ 5 മിനിറ്റ്സ് ആയി. അപ്പോൾ അവിടെ ഇത് എൻഡിങ് ഡയൽ പാറ്റേൺ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് അവിടെ കംപ്ലീറ്റ് ആയി, ഈ ഒരു വേവിൻ്റെ ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ ഓക്കെ നമുക്ക് സ്ലോലി മുകളിലേക്ക് നോക്കാം. ബട്ട് പ്രൈസ് പോസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ദെൻ അവിടെ നിന്ന് എൻഡിങ് ഡയഗ്രം പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ദെൻ മാത്രമേ ഫർദർ താഴേക്ക് പോകും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് നമ്മുടെ ലെവൽസ്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ഇതേ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്കൗട്ട് എന്തെങ്കിലും വീഡിയോ ഇതിൻ്റെ റീടെസ്റ്റ് ആണ് ബാങ്ക് നിഫ്റ്റി ചെയ്യണത്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ബേസിൽ തന്നെ ഇപ്പോൾ റെസിസ്റ്റൻസ് ഇതാണ് 49,800 സപ്പോർട്ട്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ, സോ ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പോർഷൻ 49,800 to 49,240 ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. വേവ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് 1, 2 and 3 ഫോർത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ഐ തിങ്ക് ചെറിയൊരു ഫോൾ കൂടി വരേണ്ടതാണ്. ഓൾമോസ്റ്റ് 50% നമ്മൾ നോക്കുകയാണെങ്കിൽ 50% ഫോൾ വരികയാണെങ്കിൽ ചെറിയ അല്ല വന്ന് കറക്റ്റ് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ. കണ്ട റെസ്പെക്റ്റ് അതാണ് ഫോർത്ത് വേവിൻ്റെ റെസ്പെക്റ്റ്. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി രണ്ടും 50% വന്ന് സ്റ്റക്കാണ്. മനസ്സിലായി? സോ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ഉള്ളൂ. ഏത് ഈ ഒരു ലോഡ് ബിലോ 49,240 ഇതിൻ്റെ ബിലോ ഉള്ളൂ ഫർദർ ഫോൾ. ഓക്കെ, ഇതിൻ്റെ അപ്സൈഡ് റെസിസ്റ്റൻസ് നമ്മുടെ അത് തന്നെയാണ്. സോ ഈ ലോ നാളെ ഈ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്സൈഡ് ഇതിലേക്ക് നോക്കാം. പ്രൈസ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ഇത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ താഴത്തെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ബട്ട് അങ്ങനെയാണെങ്കിൽ 2 to 4 ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഇടാറുള്ളൂ നമ്മൾ. സോ ഇപ്പോൾ ഈ സമയത്തെ ലോ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ലോ ഇതാണ്. ഇന്നത്തെ ഈ ഒരു ലോ ഇതാണ് ഫോർത്തിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രെൻഡ് ലൈൻ താഴേക്ക് വരണമെങ്കിൽ താഴെ ഇടുന്നു. ഇങ്ങനെ വെച്ചാൽ അത് നോക്കണം. ലേറ്റസ്റ്റ് ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ബാങ്ക് നിഫ്റ്റിയിൽ. സോ രണ്ട് ഇൻഡെക്സിൽ നിഫ്റ്റിയിൽ 23,000 ഇതിൽ 49,230 ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ഇവിടെ വരെ. സോ ഫിഫ്ത്ത് വേവ് ആണ് കേട്ടോ, ലാസ്റ്റ് ആയിരിക്കുള്ളൂ. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. സെൻസെക്സിൽ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ, അത് ബ്രേക്ക് ഡൗൺ ആയി. എന്തായാലും ഈസിലി നമുക്ക് ഫോൾ കിട്ടി സെൻസെക്സിൽ. എല്ലാ ഇൻഡെക്സിൽ തന്നെയാണ് കേട്ടോ കണ്ടോ. 1, 2, 3 and 4 ഫോർത്തിലേക്കാണ് 3 ഇൻഡെക്സ് കാണുന്നത്. ഫോർത്തിൻ്റെ ഫോളാണ് ഇപ്പോൾ ഉള്ളത്. ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം അങ്ങനെ തന്നെയാണ്. 50% വന്ന് കറക്റ്റ് നിൽക്കുന്നു. എക്സാക്റ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫർദർ നാളെ എങ്ങനെയാണ് നമുക്കത് നോക്കേണ്ടി വരും കേട്ടോ. സോ ഇതിൻ്റെ ലോ ഇത് ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്താൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെയാണ് സഡൻ ഈ ഒരു ലോ ആണ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ,
സോ 2 സപ്പോർട്ട് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ. ഓക്കെ, സെൻസെക്സിൽ. ഓക്കെ, പിന്നെ പ്രൈസ് ബുള്ളിഷ് ആവേണ്ടത് ഇതിൻ്റെ റെസിസ്റ്റൻസ് 76,500 ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 76,000. അത് ഓർഡർ ബ്ലോക്കാണ്, OB ആട്ടോ, ശ്രദ്ധിക്കുക. ഇത് OB ആണ്, ഓർഡർ ബ്ലോക്കാണ് ഈ ഗ്രീൻ കാൻഡിൽ. ഓക്കെ, ദെൻ ഒരു ഹ്യൂജ് ഫോൾ വന്നിരിക്കുന്നതാണ്. അത് എവിടെ നിന്ന് സോറി ഈ ഒരു ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഒരാൾ സെല് ചെയ്തായിരുന്നു. നല്ലൊരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽസ്, ഹ്യൂജ് ക്യാൻഡിൽസ് ആണ്. അതാണ് അതിൻ്റെ ഒരു നമ്മുടെ ലോജിക്. പിന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 to 3 ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ, 2 to 4 ട്രെൻഡ് ലൈൻ. സോറി, അത് 1 to 3 ആണ്. ഇത് 2 to 4 ആണ്. ഓക്കെ, സോ നാളെ നോക്കി വേണം, കോഷ്യസ് വേണം. സോ ട്രേഡ് എടുക്കാൻ എടുത്ത് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞത് പ്ലീസ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.